എബ്രായർക്കെഴുതിയ ലേഖനം 13-ാം അധ്യായം 4-ാമത്തെ തിരുവചനത്തിൽ പറയാണ്, മണവറ മലിനമാക്കരുത്. കാരണം അത് ദേവാലയ തുല്യമാണ്. 1. 2, മണവറയിലാണ് ഒരു സൃഷ്ടികർമ്മം നടക്കുന്നത്. അതായത് ദൈവത്തിന്റെ ആ ഒരു സൃഷ്ടികർമ്മത്തിൽ മാതാപിതാക്കൾ പങ്കുചേരുന്ന ഇടമാണ് മണവറ. അത് മലിനമായാൽ ജനിക്കുന്നതൊക്കെ മലിനമായിരിക്കും. ഒരു വിധത്തിൽ മലിനം. മദ്യപാനത്തില്, പുകവലിയില്, ലഹരിയില്, സ്വയംഭോഗത്തില്, സ്വർഗരതിയില്, ബ്ലൂ ഫിലിം കണ്ട്, മ്ലേച്ഛത കണ്ട്, ദാമ്പത്യ അവിശ്വസ്തതയില്, ഇതൊക്കെ മ്ലേച്ഛതയാണ്. ഇതൊക്കെ നിന്റെ മണവറയെ മലിനമാക്കുകയാണ്. അതിലുണ്ടാകുന്ന തലമുറകൾ അത്രയും ക്വാളിറ്റിയെ പ്രതീക്ഷിക്കാവൂ. ദാമ്പത്യത്തിലേക്ക് പ്രവേശിച്ചു അതിന് മുമ്പ് അത് അങ്ങനെ എന്തെങ്കിലുമൊക്കെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ വിവാഹത്തിന് മുമ്പ് ഏറ്റുപറയേണ്ട വിഷയങ്ങളാണ്. ആ മേഖലയിൽ വിടുതൽ കിട്ടാതെ മറ്റൊരു ദാമ്പത്യത്തിലേക്ക് പ്രവേശിക്കരുത്. കാരണം ദാമ്പത്യത്തിൽ പ്രവേശിക്കുമ്പോൾ അവിടെ പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കണം. സ്നേഹത്തിൽ പരിശുദ്ധാത്മാവിൽ ഐക്യത്തിൽ പോകണമെങ്കിൽ ആത്മാവ് പ്രവർത്തിക്കണ്ടേ? ആത്മാവ് പ്രവർത്തിക്കാൻ പറ്റുന്ന അന്തരീക്ഷം ഇല്ലെങ്കിലോ? ഇന്നലെ അശുദ്ധാത്മാവിനും തിന്മയ്ക്കും അടിയറ വെച്ച ഒരു ഹൃദയം ജീവിതമായിട്ട് മറ്റൊരു ദാമ്പത്യത്തിലേക്ക് പ്രവേശിച്ച് ആ ദാമ്പത്യം തകർന്നു പോകും. അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ എന്തെങ്കിലുമൊക്കെ ലൈംഗിക പാപങ്ങൾ വിവാഹത്തിന് മുമ്പൊക്കെ കടന്നു പോകേണ്ടി വന്നിട്ടുണ്ട്, ഇന്ന് വരെ പറഞ്ഞിട്ടില്ല, അനുദപിച്ചിട്ടില്ല, ഏറ്റു പറഞ്ഞിട്ടില്ലെങ്കിൽ അത് പറയണം. അല്ലെങ്കിൽ നമ്മുടെ കുടുംബത്തിൽ, മക്കളിലൊക്കെ ചില അടയാളങ്ങളിലൂടെ കർത്താവ് അത് വെളിപ്പെടുത്തി തരും.